8 വർഷം മുമ്പേ മുട്ടിട്ട പ്രണയം അവരെ ജീവിതത്തിലേക്ക് പിച്ചവെപ്പിച്ചത് 15 നാൾ മുമ്പായിരുന്നു. നാളെ അനുവിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തിരക്കിലായിരുന്നു അവർ. മലേഷ്യയിൽ മധുവിധു കൊണ്ടാടി നാട്ടിലേക്ക് പറന്നിറങ്ങിയതേയുള്ളൂ. തിരുവനന്തപുരത്തു നിന്നും കോന്നിയിലേക്കുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും വഴി അനുവിന്റെ പപ്പ ബിജു ഒന്നു മയങ്ങി. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മിനി ബസിലേക്ക് ബിജു ഓടിച്ചിരുന്ന കാർ ദിശ തെറ്റി ഇടിച്ചു കയറി. ബിജുവും അനുവിന്റെ പ്രിയതമൻ നിഖിലിന്റെ പപ്പ മത്തായി ഈപ്പനും തൽക്ഷണം മരിച്ചു. ഏറെ പാടുപെട്ട കാർ പൊളിച്ച് എല്ലാവരെയും പുറത്തെടുത്തുവെങ്കിലും അനുവിന് ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അതിനും അല്പായുസ് മാത്രം. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ അനുവിനും മരണം സംഭവിച്ചു. ഇക്കഴിഞ്ഞ നവംബർ 30 അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം. 4 വർഷമായി കാനഡയിലായിരുന്നു നിഖിൽ. തന്റെ പ്രിയതമയെ സ്വന്തമാക്കാൻ നിഖിലെത്തിയതാകട്ടെ കഴിഞ്ഞ 20-നും. നീണ്ട 8 വർഷത്തെ പ്രണയത്തിന് വിരാമമിട്ട നിഖിൽ അനുവിനെ മിന്നുചാർത്തിയത് നവംബർ 30. ശേഷം ഇക്കഴിഞ്ഞ 10 മധുവിധു കൊണ്ടാടാൻ മലേഷ്യയിലേക്ക് പറന്നു. നാളെ അനുവിന്റെ 25ാം പിറന്നാളായിരുന്നു. സകുടുംബം തന്റെ പ്രിയതമയുടെ വിവാഹശേഷമുള്ള ആദ്യ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ 5 നാളത്തെ ആഘോഷത്തിനു ശേഷം അവർ മലേഷ്യയിൽ നിന്നും പറന്നിറങ്ങിയത് മരണത്തിലേക്കായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല. ജന്മദിനത്തിനു പിന്നാലെ എത്തുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കും തയ്യാറെടുക്കുകയായിരുന്നു ഇവരുടെ കുടുംബം. നവദമ്പതികൾക്കൊപ്പം അവരുടെ പിതാക്കന്മാരും യാത്രയായപ്പോൾ വീടുകളിൽ തനിച്ചായത് 2 അമ്മമാരും 2 സഹോദരങ്ങളും മാത്രം. നിഖിലിന്റെ അമ്മയും മത്തായി ഈപ്പന്റെ ഭാര്യയുമായ സാലി മത്തായിയും മകൾ നിത ആൻ മാത്യുവും ഒരു വീട്ടിൽ. അനുവിന്റെ അമ്മയും ബിജു ജോർജിന്റെ ഭാര്യയുമായ നിഷ ബിജുവും മകൻ ആരോൺ ബിജുവും മറ്റൊരു വീട്ടിൽ. അങ്ങനെ അപ്രതീക്ഷിതമായി കടന്നുവന്ന വിധിക്ക് മുന്നിൽ അവരെ തടുത്തു നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഏവരെയും കണ്ണീരിലാഴ്ത്തി അവർ വിട പറഞ്ഞു പോകുമ്പോഴും പ്രിയപ്പെട്ടവർ ഇനി ഒരിക്കലുമില്ലെന്ന നേരിനെ നെഞ്ചോട് ചേർത്ത് ഓരോ ഹൃദയങ്ങളിലും നൊമ്പരത്തിന്റെ വിങ്ങൽ അലയടിക്കുന്നുണ്ടായിരുന്നു ആ ഗ്രാമം മുഴുക്കെ. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.